ഡാൽഗോന കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം, പിന്നെ നമുക്ക് ലൂക്വാം വാട്ടർ വേണം, പിന്നെ നമുക്ക് പാല് വേണം. പാല് ഞാനിവിടെ തിളപ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, അതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ തിളപ്പിച്ചിട്ട് നമ്മളിതിനെ ആറാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ. ഇനി നമുക്ക് കോഫി പൗഡറും പഞ്ചസാരയും ലൂക്വാം വാട്ടറും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പഞ്ചസാരയൊക്കെ മധുരത്തിനനുസരിച്ച് തന്നെ ചേർക്കണം. നെസ്കഫേൻ്റെ ആവുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടുതൽ വേണം. എന്നിട്ട് നമുക്ക് ബീറ്റിൻ്റെ ആവശ്യം ഇല്ല, സ്പൂണിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. സ്പൂണിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ക്ഷമയോട് കൂടിയിട്ടൊന്ന് ഇളക്കിയാൽ മതി. നല്ല തന്നെ ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നതിന് വരെ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ സ്പൂണാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് കണ്ടോ, എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലഫി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസും. ഈ നെസ്കഫേൻ്റെ കോഫി പൗഡറിനുണ്ടല്ലോ ഇച്ചിരി കയ്പ്പ് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ വാനിലേൻ്റെ എസൻസ് ചേർത്തത്. അത് ആ ഒരു കയ്പ്പിൻ്റെ ടേസ്റ്റ് മാറാനായിട്ടും ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ബ്രൂ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യേണ്ട ഗ്ലാസ്സിലെടുത്തിട്ട്, ഞാനിത് കോൾഡ് കോഫി ആയിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് 2 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ പകുതി വരെ പാലൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലെല്ലാം ക്രീം ഒഴിക്കുകയാണ്. ഇനിയിപ്പം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് പാല് തന്നെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ക്രീം ഇട്ടാൽ മതി. അത് ഹോട്ട് കോഫി ആയിട്ട് എടുക്കാം. നമുക്കൊക്കെ ഒരു കോൾഡ് കോഫി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടാലും മതി. ഇങ്ങനെ നമുക്ക് ക്രീം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് എല്ലാ ഗ്ലാസ്സിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാൽഗോന കോഫി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുടിക്കുന്ന ടൈമിൽ നമ്മളുടെ ക്രീമും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ, എങ്കിൽ മാത്രമേ അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ക്വാറൻറ്റൈൻ ടൈമിൽ എല്ലാവരും വീട്ടിലുണ്ട്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ.